അതല്ലേ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു വഫാത്തായി കിടന്നപ്പോ വഫാത്തിന്റെ ശേഷം തന്റെ ശിഷ്യനെ കണ്ടില്ലേ സ്വപ്നത്തിൽ. ആ സമയത്ത് ശിഷ്യന് ചോദിക്കുകയാണ്, എന്റെ ഉസ്താദേ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, ഖബർ ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണ്? വതാഅത്തിൽ ഇബാറാത്ത് വഫനിയത്തിൽ ഇശാറാത്ത്. ഭൂമിയിൽ എല്ലാവരും എന്നെ വലിയ ആളായി കൊണ്ടു നടന്നു. അതാ ഉസ്താദ് വന്നു, അതാ മുദർരിസ് വന്നു, അതാ പ്രസിഡന്റ് വന്നു, അതാ നേതാവ് വന്നു. വഫനിയത്തിൽ ഇശാറാത്ത് വതിൽകൽ ഇബാറാത്ത്. അതൊന്നും ഈ ഖബറില്ല മോനെ. ഖബറിൽ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ച 2 റക്അത്ത് നിസ്കാരം മാത്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സംഘടനയുടെ നേതാവായി പ്രവർത്തിക്കുമ്പോ, സംഘടനയുടെ പ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോ ചിലപ്പോൾ അവനെ പൊക്കി പറയാൻ ആളുകൾ ഉണ്ടാവൂല, അവനെ ഉയർത്തി പറയാൻ ആളുകൾ ഉണ്ടാവൂല. ഞാൻ പിന്നെ എന്തിനാണ് ആ സംഘടനയിലേക്ക് പോകുന്നത്, അതിന്റെ പിന്നാലെ എന്തിനാണെന്ന് പോകുന്നവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് എന്താണ്? തിൽകൽ ഇബാറാത്ത് വഫനിയത്തിൽ ഇശാറാത്ത്. ഇവിടെ പൊക്കി പറഞ്ഞതൊന്നും ഇല്ല മക്കളെ, ഇവിടെ എല്ലാവരും കൊണ്ടു നടന്നൊന്നുമില്ല മക്കളെ. ഇഖ്ലാസോട് കൂടെ ചെയ്ത കുഞ്ഞൻ റക്അത്തുകൾ മാത്രമാണ്.